ഹായ് സോളോ ബൈ രേഷ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ പറയാം, നമ്മളിന്ന് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഗാർലൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയായിരിക്കും അതായത് ഇങ്ങനത്തെ ഗാർലൻസ് ഉണ്ടാക്കുന്നത് നോൺ ഊവൺ ഫാബ്രിക് എന്ന് പറയുന്ന ഫാബ്രിക്കിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഒരു ക്ലോത്തേ ഇല്ല. സംഭവം എന്ന് പറഞ്ഞാൽ നോൺ ഊവൺ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ പിഞ്ഞു പോകാത്ത ഫാബ്രിക് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. നിങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിങ്ങൾ തപ്പി നടന്നാൽ നിങ്ങൾക്കിത് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എറൗണ്ട് ട്രിവാൻഡ്രം ഫുള്ളുള്ള ടെക്സ്റ്റൈൽസിലെല്ലാം ചോദിച്ചിട്ട് അവർക്ക് ഇങ്ങനെ ഒരു പേരുള്ളതേ നമുക്കൊന്നാമതേത് നോൺ ഊവൺ ഫാബ്രിക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവത്തില്ല. നമ്മൾ സാമ്പിൾ കൊണ്ടുവന്ന് ഈ കട്ട് പെറ്റൽസ് കൊണ്ടുവന്ന് കാണിച്ചാൽ അവർക്ക് മനസ്സിലാവത്തില്ല. സോ ഇത് വന്നിട്ട് ഇതൊരു പോളിസ്റ്റർ മെറ്റീരിയലാണ്. ഇത് പിഞ്ഞു പോവാതിരിക്കാനുള്ളൊരു ടെക്നിക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതൊക്കെ ചെയ്യുന്ന ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങോട്ട് ദൂരോട്ടുള്ള ഷോപ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരിത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ 5 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ വരെയാണെന്ന് തോന്നുന്നു ഈ മെഷീൻ്റെ റേറ്റ് വരുന്നത്. അത് വന്നിട്ട് ലേസർ കട്ടിംഗ് മെഷീനാണ്. ആ ലേസർ കട്ടിംഗ് മെഷീനിൽ ചെറിയ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്, വലിയ സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. അവർ ലേസർ കട്ടിങ്ങിലൂടെയാണ് ഈ പെറ്റൽസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ മനസ്സിലാവും. ലേസർ കട്ടിംഗ് മെഷീൻ വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ലേസർ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഒരു നൂല് പോലത്തെ ആ ഒരു കട്ടിങ് ആയതുകൊണ്ട് ഇതിങ്ങനെ പിഞ്ഞു പോകത്തില്ല. ചെറിയൊരു ഉരുകിയ എഫക്റ്റ് ആ ഇലകൾക്കുണ്ടാവും, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഇലകൾക്കുണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത്. സംഭവം അങ്ങനെയുള്ള കടകളിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, ഇപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ 1 kgക്ക് അവർ 800 to 1200 ആണ് അവർ ഓരോരുത്തും റേഞ്ച് പറയുന്നത്. ഷേപ്പ് അനുസരിച്ച് മാറുമെന്ന് തോന്നുന്നു, പക്ഷേ ഒരു 200 വരെയാണ് മിനിമം അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസിങ്ങും. 1 kg ആണ്. അതും നമ്മൾ റിപ്ലൈ കൊടുത്ത് ഉടനെ ഒന്നും അവർ റിപ്ലൈ തരത്തില്ല, ഞാൻ എൻക്വയറി ചെയ്ത സ്ഥലങ്ങളിലൊന്നും. പിന്നെ നിങ്ങൾക്കിത് ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. പണ്ട് ഇത് ഭയങ്കര ട്രെൻഡായിരുന്നതുകൊണ്ട് ഷോപ്പുകളിലൊക്കെ കുറേ കളേഴ്സ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ കടകളിൽ 100 ഗ്രാം 60 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100 ഗ്രാം 60 രൂപയാണെങ്കിൽ 1 കിലോയ്ക്ക് ഏതാണ്ട് 600 റുപ്പീസ് നമ്മളിവിടെ കൊടുക്കണം. പക്ഷേ അത്രയും ക്വാണ്ടിറ്റി സാധനമൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇനി ഒരു ചെയിൻ, അതായത് നമുക്ക് തലയിൽ വെക്കാൻ മാത്രം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്യാവശ്യം ഒരു 500 പെറ്റൽസ് എങ്കിലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിത് ഉരുക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ചെയ്യുകയാണ് ചെയ്തത്. കാരണം എനിക്ക് അത്രയും ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ പെറ്റൽസായിട്ട് ഓരോന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതേപോലെ കോർത്ത് കൊടുക്കുക. സിംഗിൾ ഷെയ്ഡിൽ അല്ലെങ്കിൽ ഡബിൾ ഷെയ്ഡിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഭയങ്കര ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്രാക്ക് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് തുണി പിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. പക്ഷെ നല്ല ഫൈനായിട്ട് അതായത് നല്ല മൂർച്ചയുള്ള കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഒരു കാര്യം ചെയ്യുക, അളവറിയാൻ വേണ്ടിയിട്ട് മിക്സഡ് കളറാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു സൂചി ഫില്ലാവുന്നതാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ 20 എണ്ണോ 10 എണ്ണോ എണ്ണിക്കോർത്ത് കൊടുക്കണം. ഞാൻ ഈ ഒരു കട്ടിക്ക് എടുക്കണമെങ്കിൽ 25 എണ്ണം ഒരു കളറിലും അടുത്ത 25 എണ്ണം ഒരു കളറിലും അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് പതിവ്. സോ ഇത് വന്നിട്ട് നമ്മൾ ഒരു സൂചി ഫില്ലാവത്തക്ക രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ലീവ്സ് ഇട്ട് കൊടുക്കുക. ലീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം കോർത്ത് കൊടുക്കുക. നെക്സ്റ്റ് കളർ ഇതേപോലെ ഒരു സൂചി ഫില്ലാവുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുക, കോർത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തോരണം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കാം, 3 ലീഫായിട്ടോ. അത് നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഇങ്ങനത്തെ സാധനങ്ങൾക്കെല്ലാം നിങ്ങളൊരു കോമൺ ആയിട്ടൊരു പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചേക്കുക. ലീഫ് പാറ്റേൺസ് ഇതിപ്പോൾ 2-3 ടൈപ്പിൽ നമുക്ക് ലീഫ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ കട്ട് ചെയ്ത് കോർത്തെടുക്കുക മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്കിവിടെ സൂചി നൂലും ഇങ്ങനത്തെ നൂല് യൂസ് ചെയ്യാം. അല്ല എങ്കിൽ നമ്മൾ കോട്ടൺ ത്രെഡുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് 45 റുപ്പീസാണ് ഒരു റോളിന് വരുന്നത്. അതെടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തോന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ഞാൻ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇതേപോലത്തത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയയ്ക്കുക. അപ്പം ടാറ്റ ബൈ ബൈ, സീ യു.